പ്രൈസ് ദി ലോർഡ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: യാക്കോബ് ഗൃഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. ദൈവമക്കളായ നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം, നമ്മളെ രക്ഷിച്ചതിൻ്റെ കാരണം നാം കർത്താവ് കാണിച്ചു തന്ന വെളിച്ചത്തിൽ നടക്കണം. ആ വെളിച്ചം യേശുക്രിസ്തുവിൽ നമുക്ക് കാണാം. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ ആ വെളിച്ചം കാണാം. അടുത്തത് തിരുവചനത്തിൽ ആ വെളിച്ചം നമുക്ക് കാണാം. അപ്പോൾ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ഈ വെളിച്ചത്തിൽ അതിനെ പഠിക്കാനും അത് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും അപ്പോൾ തന്നെ അതിലെല്ലാം പ്രധാനപ്പെട്ട് ഈ വെളിച്ചത്തിൽ നടക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്: എന്നാൽ നീ യാക്കോബ് ഗൃഹമായ നിൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് തൻ്റെ ജനത്തെ കർത്താവ് തള്ളിക്കളഞ്ഞത്? അല്ലെങ്കിൽ ദൈവസാന്നിധ്യം എന്തുകൊണ്ട് അവർ നടുവിലില്ല? പ്രിയമുള്ളവരെ, ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? കർത്താവ് നമുക്ക് ഭൗതികമായിരിക്കുന്ന ഏതെങ്കിലും നന്മ തരുന്നത് കൊണ്ടോ അല്ല, നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേട്ട് മറുപടി നൽകിയത് കൊണ്ട് ദൈവം നമ്മളോടുകൂടി നടക്കുന്നുണ്ട് എന്ന് നാം ആരും നിരൂപിക്കരുത്. അതിലേറ്റവും ഉത്തമമായിരിക്കുന്ന ഉദാഹരണം ഇസ്രായേൽ മക്കളാണ്. 40 സംവത്സരം ഈ ജനത്തോട് കർത്താവ് നീരസം ഉണ്ടായിട്ടും അവർ ചോദിച്ചതെല്ലാം ദൈവം അവർക്ക് കൊടുത്തു. എന്നാൽ എന്താ സംഭവിച്ചത്? ദൈവം അവരോട് നീരസപ്പെട്ടിരുന്നു. അവർ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചില്ല. അപ്പം കർത്താവിൻ്റെ വഴിയെ അറിഞ്ഞ് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഒരാൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് നാം ഓരോരുത്തരും വ്യക്തിപരമായും കുടുംബപരമായും സഭയായും യഹോവയുടെ വെളിച്ചത്തിൽ നടക്കുന്നതിലാണ്. ആ വെളിച്ചത്തിൽ നടക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താ? ഇന്ന് നമ്മളെല്ലാവരും വ്യക്തിപരമായും കുടുംബമായും ദൈവസഭയായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. എന്തുകൊണ്ട് നടക്കാൻ കഴിയുന്നില്ല? 6-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്: അവർ പൂർവ്വദേശക്കാരുടെ മര്യാദകളാൽ നിറഞ്ഞും എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഇൻഫ്ലുവൻസ് വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നതിന് പകരം ലോകം എങ്ങനെയാണ് അവരുടെ കാഴ്ചപ്പാടിൽ ജീവിക്കുന്നത്, ഈ ലോകം എന്ന് ഞാനിവിടെ വിളിക്കുന്നത് രക്ഷിക്കപ്പെടാത്ത, ദൈവത്തിൻ്റെ വെളിച്ചം ലഭിക്കാത്ത